Namaskaram. Today I am going to discuss about the third chapter in K.S.R, namely the general conditions of service. This chapter begins with the Rule 13. Rule 13 explains that no person may be appointed to a post in government service without his producing a certificate of health. The certificate should be signed by a medical officer of rank, not lower than a civil surgeon. No person, Rule 13, no person may be appointed to a post in government service without his producing medical certificate of health. The certificate should be signed by a medical officer of rank, not lower than a civil surgeon. Note 3 under Rule 13 explains the following classes of officers are exempted from producing a medical certificate of health. 1. An officer recruited through a competitive examination who had to undergo a medical examination in accordance with the regulations prescribed for appointment to service under government. Number 2. An officer in service other than last grade appointed in a temporary vacancy of less than 3 months duration. Number 3. An officer in the last grade appointed in a temporary vacancy of less than 6 months duration. 4th point, a temporary officer who has already been medically examined in one office, if transferred to another office without break in service. And the 5th category is that a retired officer re-employed immediately after retirement. ഇപ്പോൾ K.S.R റൂള് 13 പ്രകാരം സർക്കാർ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട്, അപ്പോയിൻമെൻറ്റിന് മുമ്പായിട്ട് ഓരോ വ്യക്തിയും അവരുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒരു സിവിൽ സർജനിൽ റാങ്കിൽ കുറയാത്ത ഒരു ഗവൺമെൻറ് ഡോക്ടർ അത് സർട്ടിഫൈ ചെയ്യേണ്ടതാണ്. അതേ സമയത്ത് തന്നെ റൂൾ 13 നോട്ട് 3 പ്രകാരം താഴെ പറയുന്ന വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗസ്ഥരെ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ വിഭാഗമാണ് ചില കാറ്റഗറിയിൽ റിക്രൂട്ട്മെൻറ്റ് സമയത്ത് തന്നെ അവരുടെ മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞ വ്യക്തികളുണ്ടാവാം. അവർക്ക് ജോലിയിൽ പ്രവേശിക്കുമ്പോൾ വീണ്ടും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടുന്നത് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരൻ ഒഴികെയുള്ള ജീവനക്കാർക്ക് ഷോർട്ട് വേക്കൻസിയിൽ താൽക്കാലികമായിട്ടുള്ള സർവീസ് 3 മാസത്തിൽ കുറവുള്ള താൽക്കാലിക വേക്കൻസിയിൽ ജോലി ചെയ്യുന്ന ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരൻ ഒഴികെയുള്ള ജീവനക്കാർക്ക് ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതില്ല.
മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നത് 6 മാസത്തിൽ കുറവുള്ള ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരന് ചെറിയ വേക്കൻസി, ടെമ്പററി വേക്കൻസികളിലായിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്നവർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു താൽക്കാലിക ജീവനക്കാരൻ, അടുത്ത പോയിന്റ്, ഒരു താൽക്കാലിക ജീവനക്കാരൻ വേറൊരു ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ബ്രേക്ക് ഇല്ലാതെ തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് താൽക്കാലികമായിട്ട് ട്രാൻസ്ഫർ ആയിട്ട് പോകുമ്പോഴും അവർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അടുത്തത്, എ റിട്ടയർഡ് ഓഫീസർ റീ എംപ്ലോയ്ഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ റിട്ടയർമെൻറ്റ്. റിട്ടയർമെൻറ്റിന് ശേഷം ഒരു ഉദ്യോഗസ്ഥനെ വീണ്ടും ഗവൺമെൻറ് ഈ തസ്തികയിൽ അപ്പോയിൻ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഉദ്യോഗസ്ഥനും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ദെൻ റൂൾ 13A, capital letter A, Rule 13A. New recruits shall produce a form for service and payroll administratory repository for Kerala spot in form number 15 duly filled up at the time of joining duty for registering their details. റൂള് 13A പ്രകാരം ഒരു ഉദ്യോഗസ്ഥൻ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ സ്പാർക്കിൽ അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ എൻട്രി ചെയ്യുന്നതിനായിട്ട് ഫോം നമ്പർ 15, K.S.R ഫോം നമ്പർ 15 പ്രകാരമുള്ള ഒരു ഫോം ഫിൽ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അടുത്തത് റൂൾ നമ്പർ 14. Under Note 1, every officer must attend the office punctually. For every 3 days late attendance without permission, an officer will forfeit a day's casual leave for which he is eligible. Rule 40, Note 1. Every officer must attend the office punctually. For every 3 days late attendance without permission, an officer will forfeit a day's casual leave for which he is eligible. And late attendance without permission for less than 3 days at the end of a calendar year will be ignored. Then Note 2 under Rule 14 explains, no other kind of leave except casual leave shall be forfeited for late attendance without permission. Then disciplinary action under Kerala Civil Services Rules 1960, CCA 1960, may be taken against the officers concerned for late attendance without permission if there is no casual leave to be forfeited. വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ജനറൽ കണ്ടീഷൻസ് ഓഫ് സർവീസിലെ റൂളാണ് റൂൾ നമ്പർ 14. എല്ലാ ജീവനക്കാരും ഓഫീസിൽ കൃത്യനിഷ്ഠരാവേണ്ടതുണ്ട്, പങ്ക്ച്വലാവേണ്ടതുണ്ട്. പെർമിഷൻ ഇല്ലാതെ ഓരോ 3 ദിവസം, ഒരു കലണ്ടർ ഇയറിൽ 3 ദിവസം ലേറ്റ് അറ്റൻഡൻസ് മാർക്ക് ചെയ്താൽ അവരിൽ നിന്ന് ഒരു കാഷ്വൽ ലീവ്, അവർക്ക് എലിജിബിൾ ആയിട്ടുള്ള ഒരു കാഷ്വൽ ലീവ് അവരിൽ നിന്ന് പിടിച്ചെടുക്കുന്നതാണ്. അതിൽ തന്നെ നോട്ട് 2ൽ കാഷ്വൽ ലീവ് അല്ലാതെ വേറൊരു ലീവും അവരിൽ നിന്ന് ഫോർഫീറ്റ് ചെയ്യാൻ പാടുള്ളതല്ല. ഇനി കാഷ്വൽ ലീവ് ഇല്ല എങ്കിൽ അദ്ദേഹത്തിനെതിരായിട്ട് ഡിസിപ്ലിനറി ആക്ഷൻ, CCA ആക്ട് പ്രകാരമുള്ള
ഡിസിപ്ലിനറി ആക്ഷൻ അദ്ദേഹത്തിനെതിരെ എടുക്കേണ്ടതാണ്. ഈ 3 ദിവസത്തിൽ ഒരു കലണ്ടർ ഇയറിൽ 3 ദിവസത്തിൽ കുറവാണ് പെർമിഷൻ ഇല്ലാതെ ലേറ്റ് അറ്റൻഡൻസ് മാർക്ക് ചെയ്തത് എങ്കിൽ അത് ഇഗ്നോർ ചെയ്യാവുന്നതാണ്. ഇതാണ് റൂൾ നമ്പർ 14 പറയുന്നത്. Then rule number 14A, the period of unauthorized absence of an officer on account of participation in strike shall be treated as dies non. During the period of dies non, he shall not be eligible for pay and allowances, and the period shall not be counted for admissibility of earned leave. 14A പ്രകാരം ഒരു അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആബ്സെൻസ്, സ്ട്രൈക്ക് വർക്കിനോ എന്തെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അൺഓതറൈസ്ഡ് ആബ്സെൻസ് ഡയസ് നോൺ ആയിട്ട് പരിഗണിക്കുന്നു. ആ ഡയസ് നോൺ പീരീഡിൽ അദ്ദേഹത്തിന് പേയും അലവൻസും ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെ ആ ഡയസ് നോൺ പീരീഡ് ഇയർ ലീവ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എലിജിബിൾ ഡേ ആയിട്ട് പരിഗണിക്കുകയില്ല. However, such period shall be counted for the purpose of increment and half pay leave, etc. അതേ സമയത്ത് തന്നെ ഡയസ് നോൺ പീരീഡ് ഇൻക്രിമെൻ്റ് കണക്കാക്കുന്നതിനും മറ്റുള്ള സർവീസ് ആനുകൂല്യങ്ങൾക്കും പരിഗണിക്കുകയും ചെയ്യുന്നു. Then, rule 22A, any person who enters government service on or after 19th August 1976 and has not crossed the age of 50 years shall, within a period of 1 month from the date of entry in service, subscribe to a policy in the official branch of state life insurance at such rate as may be determined by government from time to time, and shall continue to subscribe till he ceases to be in government service. Rule 22A പ്രകാരം 19/8/76 അതിനുശേഷമോ സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്ന ഉദ്യോഗസ്ഥർ അവർ 50 വയസ്സ് കഴിഞ്ഞിട്ടില്ല എങ്കിൽ സർവീസിൽ കയറി 1 മാസത്തിനുള്ളിൽ തന്നെ അവർ സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് പോളിസി നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. അതേപോലെ തന്നെയാണ് റൂൾ 22B, എനി പേഴ്സൺ ഹു എൻറ്റേഴ്സ് government service on or after the first day of September 1984 and has not crossed the age of 50 years shall, within a period of 1 year from the date of entry in service, enroll as a member of group insurance scheme and subscribe to the scheme at such rate as may be determined by government from time to time, and shall continue to subscribe till he ceases to be in government service. SLA പറഞ്ഞ മാറ്റിന് റൂൾ 22B പ്രകാരം 1/9/84 ശേഷം സർവീസിൽ വന്നിട്ടുള്ള ഒരു ജീവനക്കാരൻ അദ്ദേഹം 50 വയസ്സ് ക്രോസ് ചെയ്തിട്ടില്ല എങ്കിൽ സർവീസിൽ കയറി 1 വർഷത്തിനുള്ളിൽ അദ്ദേഹം നിർബന്ധമായിട്ടും ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിയിൽ ചേർന്നിരിക്കണം. ഇപ്പോൾ എന്നാണോ സാലറി വാങ്ങുന്നത് അന്നു മുതൽക്ക് തന്നെ ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീമിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണമെന്നുള്ള ഗവൺമെൻറ്
ഉത്തരവുണ്ട്. ഇതാണ് റൂള് 22 ബിയില് പറയുന്നത്. സോ the third part of our online class comes to a conclusion. The main parts discussed above are the general conditions of service. Rule 13 explains no person may be appointed to a post in government service without producing his medical certificate of health. The certificate should be signed by a medical officer of rank not lower than a civil surgeon. Note 3 under Rule 13 explains the following classes of officers are exempted from producing a medical certificate of health. Note 3, Sub-Rule 1, an officer recruited through a competitive examination who had to undergo medical examination in accordance with the regulations prescribed for appointment to service under government. Note 3 under Sub-Rule 2, an officer in service other than last grade appointed in a temporary vacancy of less than 3 months duration. Sub-Rule 3, an officer in the last grade appointed in a temporary vacancy of less than 6 months duration. Fourth sub-rule, a temporary officer who has already been medically examined in one office, if transferred to another office without a break in service. And fifth sub-rule, a retired officer re-employed immediately after retirement. Then Rule 14 under Note 1, every officer must attend the office punctually. For every 3 days late attendance without permission, an officer will forfeit a day's casual leave for which he is eligible, and late attendance without permission for less than 3 days at the end of a calendar year will be ignored. Then Note 2 under Rule 14 explains no other kind of leave except casual leave shall be forfeited for late attendance without permission. Disciplinary action under Civil Services CCA Act Rules 1960 may be taken against the officers concerned for late attendance without permission if there is no casual leave to be forfeited. So, go through the materials provided, still we come online again. Thank you.